സാമ്പത്തിക മനഃശാസ്ത്രത്തിൽ നടത്തിയ പഠനങ്ങൾ കാണിക്കുന്നത് കടക്കെണിയിലുള്ള ആളുകൾ ഉയർന്ന തലത്തിലുള്ള ഉത്കണ്ഠയും സമ്മർദ്ദവും പ്രകടിപ്പിക്കുന്നുവെന്നാണ്. ഏറ്റവും ആശങ്കാജനകമായ കാര്യം ഈ വൈകാരികാവസ്ഥ നല്ല തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവിനെ കുറയ്ക്കുന്നു എന്നതാണ്. സമ്മർദ്ദത്തിൽ മനസ്സിന് പരിഹാരങ്ങൾ കാണാൻ കഴിയില്ല, അവസരങ്ങൾ അറിയാതെ നഷ്ടപ്പെടുന്നു. ഒരു നിമിഷത്തേക്ക് ചിന്തിക്കൂ, നിങ്ങൾ നിങ്ങളുടെ ബില്ലുകൾ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത്? പഴയ ബില്ലുകൾ, പഴയ കടത്തിൻ്റെ കടലാസുകൾ, നിങ്ങൾ കാണാൻ മടിക്കുന്ന ആ നോട്ടീസുകൾ എവിടെയാണ്? മേശ വലിപ്പുകളിൽ ചിതറിക്കിടക്കുന്നു, മേശപ്പുറത്ത് കൂട്ടിക്കിട്ടിരിക്കുന്നു, അതോ നിങ്ങൾ ഒരിക്കലും തുറക്കാത്ത ഒരു ഫോൾഡർ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നു? ഒരുപക്ഷെ നിങ്ങൾ കരുതുന്നുണ്ടാവാം ഇത് വെറും അലങ്കോലമാണെന്ന്. പക്ഷേ സത്യം കൂടുതൽ ആഴത്തിലുള്ളതാണ്. ഓരോ കുടിശ്ശികയും ബില്ലും ഓരോ ശേഖരിച്ച കടലാസും നിങ്ങളെ ഭൂതകാലവുമായി ബന്ധിപ്പിക്കുന്ന ഒരു അദൃശ്യ നങ്കൂരം പോലെയാണ്. നിങ്ങൾ കടത്തിൻ്റെ രേഖകൾ വീട്ടിൽ വയ്ക്കുമ്പോൾ നിങ്ങളുടെ സാമ്പത്തിക ജീവിതം നിയന്ത്രണാതീതമാണെന്ന ആശയം നിങ്ങൾ തലച്ചോറിൽ ഉറപ്പിക്കുകയാണ്. മനുഷ്യൻ്റെ തലച്ചോറ് ഒരു വിചിത്രമായ രീതിയിലാണ് പ്രവർത്തിക്കുന്നത്. നിങ്ങൾ ആവർത്തിച്ച് കാണുന്നതെന്തോ അത് മാനസിക പാറ്റേണുകൾ ഉണ്ടാക്കുന്നു. നിങ്ങളുടെ കണ്ണുകൾ തുടർച്ചയായി കടങ്ങളും പരാജയങ്ങളുടെയും ഓർമ്മപ്പെടുത്തലുകളുമായി സമ്പർക്കത്തിലാണെങ്കിൽ കടത്തിൽ ജീവിക്കുന്നത് സാധാരണമാണെന്ന് വിശ്വസിക്കാൻ നിങ്ങളുടെ മനസ്സ് പ്രോഗ്രാം ചെയ്യപ്പെടുന്നു. നിങ്ങൾ അങ്ങനെ വിശ്വസിക്കുമ്പോൾ നിങ്ങൾ ആ പാറ്റേണിന് അനുയോജ്യമായ തീരുമാനങ്ങൾ എടുക്കുന്നു. നിങ്ങളുടെ കഴിവിനപ്പുറം ചിലവഴിക്കുക, പരിഹാരങ്ങളെ നീട്ടിവെക്കുക, ഒരേ തെറ്റുകൾ ആവർത്തിക്കുക. സാമ്പത്തിക മനഃശാസ്ത്രത്തിൽ നടത്തിയ പഠനങ്ങൾ പറയുന്നത് കടക്കെണിയിലുള്ള ആളുകൾ ഉയർന്ന തലത്തിലുള്ള ഉത്കണ്ഠയും സമ്മർദ്ദവും പ്രകടിപ്പിക്കുന്നു എന്നതാണ്. ഏറ്റവും ആശങ്കാജനകമായ കാര്യം ഈ വൈകാരികാവസ്ഥ നല്ല തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവിനെ കുറയ്ക്കുന്നു. ഈ ചക്രത്തിൽ ജീവിച്ചിരുന്ന ഒരു സ്ത്രീയെ ഞാൻ ഓർക്കുന്നു. അവർ ഒരുപാട് ജോലി ചെയ്യുമായിരുന്നു, പക്ഷേ ഒരിക്കലും കടത്തിൽ നിന്ന് പുറത്തു കടക്കാൻ കഴിഞ്ഞില്ല. അവരുടെ വീട് ഈ അവസ്ഥയുടെ കൃത്യമായ പ്രതിഫലനമായിരുന്നു. മേശപ്പുറത്ത് കുടിശ്ശികയുള്ള ബില്ലുകളുടെ കൂമ്പാരം, ഓരോ മൂലയിലും പഴയ കടലാസുകൾ. എപ്പോഴൊക്കെ അവർ പണത്തെക്കുറിച്ച് സംസാരിക്കുമ്പോഴും അവർ താങ്ങാനാവാത്ത ഭാരം ചുമക്കുന്നത് പോലെ നെടുവീർപ്പിടുമായിരുന്നു. ഒരു ദിവസം ഞാൻ അവരോട് പറഞ്ഞു അവർക്ക് ഒരു പുതിയ ഭാവിക്ക് വേണ്ടി ഇടം നൽകേണ്ടതുണ്ടെന്ന്. അവർ ആദ്യം എതിർത്തു. കടലാസുകൾ ക്രമീകരിക്കുന്നത് കൊണ്ട് ഒന്നും മാറില്ലെന്ന് കരുതി. പക്ഷെ അവർ ശ്രമിക്കാൻ തീരുമാനിച്ചു. അവർ എല്ലാ കുടിശ്ശികയുള്ള ബില്ലുകളും ശേഖരിച്ചു. അവർക്കിപ്പോഴും അടയ്ക്കേണ്ടവയെ വേർതിരിച്ചു. ഇനി ഒരു ഉപയോഗവുമില്ലാത്തവയെല്ലാം വലിച്ചെറിഞ്ഞു. ഭാവിയുടെ ചെലവുകൾ നിയന്ത്രിക്കാൻ മാത്രമായി അവരുടെ ലളിതമായ സംവിധാനം ഉണ്ടാക്കി. ആ നിമിഷം അവരുടെ ഉള്ളിൽ എന്തോ ഒന്ന് മാറി. ഭൂതകാലത്താൽ ഞെരുക്കപ്പെട്ടതായി തോന്നിയ അവരുടെ ആ ഒരു ഫീലിങ്ങിന് പകരം അവർ ഭാവിയെ നോക്കാൻ തുടങ്ങി. ഏതാനും ആഴ്ചകൾക്ക് ശേഷം അസാധ്യമെന്ന് തോന്നിയിരുന്ന കടങ്ങൾ പുനഃക്രമീകരിക്കാൻ അവർക്ക് കഴിഞ്ഞു. വർഷങ്ങൾക്ക് ശേഷം ആദ്യമായി അവർക്ക് മാസാവസാനം പണത്തിൻ്റെ കുറവ് ഇല്ലാതായി. ഇത് മാജിക്കല്ലായിരുന്നു, ഇത് മാനസിക വ്യക്തതയായിരുന്നു. നിങ്ങൾ കടത്തിൻ്റെ ഊർജത്തിൽ നിന്ന് സ്വയം അകന്നു നിർത്തുമ്പോൾ, നിങ്ങൾ സ്വയം അകലുന്നത് നിർത്തുമ്പോൾ നിങ്ങൾ ക്രിയാത്മകമായ പരിഹാരത്തിന് വേണ്ടി ഇടം നൽകാൻ തുടങ്ങുകയാണ്. ഈ വ്യക്തതയാണ് കടത്തിൽ കുടുങ്ങിയ വ്യക്തിയെയും തൻ്റെ സാമ്പത്തിക ജീവിതം പുനഃക്രമീകരിക്കാൻ കഴിവുള്ള വ്യക്തിയെയും തമ്മിൽ വേർതിരിക്കുന്നത്. സ്വയം ചോദിക്കുക, നിങ്ങൾ എത്ര കാലം ഭൂതകാലത്തിൻ്റെ കടലാസുകളുടെ കൂമ്പാരം നിങ്ങളുടെ വർത്തമാനകാലത്തെ ഭരിക്കാൻ അനുവദിക്കും? എപ്പോഴൊക്കെ നിങ്ങൾ മേശപ്പുറത്ത് ഒരു ബില്ല് കാണുമ്പോഴും നിങ്ങൾ എത്ര കാലം തളർന്നിരിക്കും? ഇത് പ്രശ്നങ്ങളുടെ അസ്തിത്വം നടിക്കുന്നതിനെ കുറിച്ചല്ല, മറിച്ച് നേരെ വിപരീതമാണ്. ഇത് നിയന്ത്രണം ഏറ്റെടുക്കുന്നതിനെ കുറിച്ചാണ്. പരാജയത്തിൻ്റെ വികാരത്തെ മാത്രം പ്രോത്സാഹിപ്പിക്കുന്ന കടലാസുകളെ ശാക്തീകരിക്കുന്നത് നിർത്തുന്നതിനെ കുറിച്ചാണ്. നിങ്ങൾക്ക് ക്രമീകരിക്കാൻ കഴിയും, പ്ലാൻ ചെയ്യാൻ കഴിയും, ഒരു പുതിയ മനോഭാവം തിരഞ്ഞെടുക്കാൻ കഴിയും. ഈ മാറ്റം സംഭവിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സൊരു പുതിയ സൂചന അയക്കാൻ തുടങ്ങുന്നു. ഞാൻ നിയന്ത്രണത്തിലാണ്. പ്രപഞ്ചം ഈ പുതിയ ഊർജ്ജത്തോട് പ്രതികരിക്കുന്നു. ഞാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾ ആത്മപരിശോധന നടത്തണമെന്ന്. എത്ര തവണ നിങ്ങൾ നിങ്ങളോട് തന്നെ പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ ജീവിതം മാറ്റാൻ ആഗ്രഹിക്കുന്നുവെന്ന്? പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങൾ അതിന് നേർ വിപരീതം വിളിച്ചു പറയുന്ന പ്രതീകങ്ങളാൽ ചുറ്റപ്പെട്ടിരിക്കുന്നു. ശേഖരിച്ചു വെച്ച കടലാസുകൾ ഇനി നിങ്ങളുടേതാകാൻ പാടില്ലെന്നുള്ള ആ ഭൂതകാലത്തിൻ്റെ ചിത്രങ്ങൾ പോലെയാണ്. നിങ്ങൾ അവയെ നോക്കിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾ അതേ കഥ ജീവിച്ചുകൊണ്ടേയിരിക്കും. പക്ഷേ നിങ്ങൾ അവയെ ഇല്ലാതാക്കാൻ ധൈര്യം കാണിക്കുകയാണെങ്കിൽ നിങ്ങളൊരു പുതിയ അധ്യായത്തിന് വേണ്ടി ഇടം നൽകും. നിങ്ങൾ നിങ്ങളുടെ കടം വീട്ടണോ വേണ്ടയോ എന്നതല്ല ചോദ്യം, അത് വ്യക്തമാണ്. ചോദ്യം നിങ്ങൾ ആ പ്രക്രിയയെ വൈകാരികമായി എങ്ങനെ നേരിടുന്നു എന്നതാണ്. നിങ്ങൾ കുടിശ്ശികയുള്ള ബില്ലുകളെ ഇല്ലായ്മയുടെ ഒരു നിരന്തരമായ ഓർമ്മപ്പെടുത്തലായി മാറാൻ അനുവദിച്ചാൽ നിങ്ങൾ എല്ലാ ദിവസവും സ്വയം ദോഷം ചെയ്യുകയായിരിക്കും. പക്ഷേ നിങ്ങൾ പുനഃസംഘടിപ്പിക്കാനും നിങ്ങൾ നിങ്ങളുടെ പ്രയോജനമല്ലാത്തത് ഇല്ലാതാക്കാനും മുന്നോട്ട് പോകാനും തീരുമാനിക്കുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ മനസ്സിനെ സമൃദ്ധിക്ക് വേണ്ടിയുള്ള ഒരു ഫലഭൂയിഷ്ഠമായ മണ്ണാക്കി മാറ്റുകയാണ്.
അപ്പോൾ ഇപ്പോൾ സ്വയം ചോദിക്കുക, നിങ്ങൾ ഭൂതകാലത്തിൻ്റെ ഭാരത്തിൽ കുടുങ്ങിക്കിടക്കാൻ ആഗ്രഹിക്കുകയാണോ, അതോ നിങ്ങളൊരു പുതിയ ഭാവി നിർമ്മിക്കാൻ തയ്യാറാവുകയാണോ? എങ്കിൽ നിങ്ങൾ നിങ്ങളെ തന്നെ പുനഃക്രമീകരിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.